ഹൈ ബി പിൻ്റെ റീസൺ ഉപ്പാണെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചത്. യഥാർത്ഥത്തിൽ നിങ്ങളെ കിഡ്നിക്ക് നിങ്ങളെ ബോഡിയിലുള്ള ഉപ്പിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഹൈ ബി പി ഉണ്ടാക്കാനുള്ള റീസൺ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയതുകൊണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള ഹൈ ആയിട്ടുള്ള ഷുഗറും കാർബും സൺഫ്ലവർ ഓയിൽ സീഡ് ഓയിൽസൊക്കെയാണ് അതിൻ്റെ റീസണ്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നുകൊണ്ട് കിഡ്നിക്ക് പ്രോപ്പറായിട്ട് ബോഡിയിൽ അമിതമായിട്ടുള്ള സോഡിയത്തിനെ റിമൂവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ബി പി ഉണ്ടാവുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോഡിയം കൂടുതൽ വെള്ളത്തിനെ ഹോൾഡ് ചെയ്യും. വെള്ളം കൂടുതൽ ഈ ബ്ലഡിൽ ഹോൾഡായി നിൽക്കുമ്പം ബ്ലഡിൻ്റെ സൈസ് കൂടും, ബ്ലഡിൻ്റെ വോള്യം കൂടും. അങ്ങനെയാണ് അവിടെ ഒരു ബ്ലഡ് പ്രഷർ ക്രിയേറ്റ് ആവുന്നത്. നമ്മളെ ക്ലയൻസിൻ്റെ റിസൾട്ടും കൂടെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ബി പി ഉള്ള മനുഷ്യനാണ്. അത് നോർമൽ, അതായത് 160, 170, 180 ഒക്കെ ആ ലെവലില് ബി പി ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ ബി പി ഉള്ളത് 110 ലോ പ്രഷറാണെങ്കിൽ 110 ഇത് അങ്ങനെ നിൽക്കുന്ന ലെവലുള്ള ആളാണ്. അതിപ്പോൾ ഏതായാലും ഇത് തുടങ്ങിയാൽ അൽഹംദുലില്ലാ വളരെ റാത്തായിട്ട് 3-4 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ അടിപൊളിയാണ്. നിങ്ങളുടെ ബി പി ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമ്മൾ കൂടെ ട്രെയിൻ ചെയ്തിട്ട് റിവേഴ്സ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചോളി.